അയാൾ അങ്ങനെ സുകുമാരമുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് ആ സ്റ്റുഡിയോയിലേക്ക് വന്ന് അങ്ങ് പ്രശ്നം ഉണ്ടാക്കുകയാണ്. സുകുമാരമുത്തശ്ശി പറയുന്നുണ്ട് ആ ഒരു മ്യൂസിക് ഡയറക്ടറോടും ആ ഒരു സ്റ്റുഡിയോയുടെ ഓണറോടും കൂടിയിട്ട് ഇവളെ ഈ പാട്ട് പാടിപ്പിക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ വാശി പിടിക്കുകയാണ്. അപ്പോൾ ഈ പ്രിയങ്കയും കൂടിയിട്ട് ഈ ഒരു സംവിധായകനോട് പറയുന്നുണ്ട്, അതെ സാറിന് അറിയോ ഇവളെന്ന് പറഞ്ഞാൽ എവിടെ കാലെടുത്ത് വെച്ചാൽ അവിടെ ഒക്കെ നശിച്ചു പോകും, അങ്ങനെ ഒരു ഗുരുത്വമില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് ഇവളെ കൊണ്ട് ഞങ്ങൾ സിനിമയിൽ പാടിപ്പിക്കില്ല, സംശയം ഉണ്ടെങ്കിൽ സാറൊന്ന് അന്വേഷിച്ച് നോക്കുക എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക പറയുന്ന സമയത്ത് ഈ ഡയറക്ടർ പറയുന്നുണ്ട്, അതെ എനിക്ക് ഇവരുടെ സ്വഭാവത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ഇവരുടെ സമ്പത്തിനെ പറ്റിയോ ഒന്നും അന്വേഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല, എനിക്ക് ആകെ അന്വേഷിക്കേണ്ട ഇവരുടെ ഒരു സംഗീതത്തിനെ പറ്റിയാണ്, അത് ഞാൻ അന്വേഷിച്ച് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇവരെ മാറ്റുന്ന യാതൊരു പ്രശ്നവുമില്ല, ഇനി ഇവർക്കുള്ള സാലറി കൊടുക്കാൻ അത് ഞാൻ വേണമെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തോളാം, എനിക്ക് ഈ പാട്ട് ഉപയോഗിക്കാമല്ലോ, അതുകൊണ്ട് ഞാൻ ഈ പാട്ട് എന്തായാലും കൈവിടുന്ന പ്രശ്നമേ ഇല്ല, രാധികനെ ഞാൻ ഈ പാട്ടിൽ നിന്ന് മാറ്റുന്ന പ്രശ്നമില്ല എന്ന് ഈ സംവിധായകൻ അങ്ങ് തീർത്ത് പറയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ അത് തിരിച്ചും പറയാണ്, അങ്ങനെ ഈ സിനിമയിൽ ഇങ്ങനെ ഒരു ആൾ പാടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ സിനിമ തന്നെ വേണ്ടടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഒരു ഡയറക്ടറും വീടിയിട്ട് വീണ്ടും അങ്ങോട്ടും പറയുന്ന അതിൻ്റെ ഇടയിൽ ഈ രാധിക അതൊക്കെ കേട്ടിട്ട് രാധിക ഈ ഡയറക്ടറോട് പറയാണ്, വേണ്ട സർ ഞാൻ പോയിക്കോളാം, ആ പാട്ടൊന്നും വേണ്ട, എനിക്ക് അല്ലെങ്കിൽ ഞാൻ പാടാൻ വേണ്ടി വന്നതൊന്നുമല്ലല്ലോ, പിന്നെ ഞാൻ ഇവരുടെ ഇടയിൽ അഭിമാനിക്കപ്പെട്ടു എന്നുള്ള തോന്നലൊന്നും സാറിന് വേണ്ട എന്നൊക്കെ ഈ രാധിക പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ തന്നെ ഈ സിനിമയിൽ ഇവർ എന്നെ ഒരുപാട് അപമാനിച്ചതാണ്, എന്നെ ഇപ്പോൾ എന്നല്ല എന്നെ പലവട്ടം പല സാഹചര്യത്തിൽ ഇവർ എന്നെ അപമാനിച്ച് വിട്ടിട്ടുണ്ട്, ഇനി ഈ സിനിമയുടെ കാര്യത്തിൽ തന്നെ ഇത് രണ്ടാമത്തെ തവണയാണ് എന്നെ അപമാനിക്കുന്നത്, അതുകൊണ്ട് എനിക്കിതൊന്നും യാതൊരു പ്രശ്നമില്ല, എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്ങും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞാൽ അവൾ അങ്ങ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു സംവിധായകനും ആ ഒരു സ്റ്റുഡിയോയുടെ ഓണർക്കും ഭയങ്കരമായിട്ട് അങ്ങ് വിഷമം വരുന്നുണ്ട്. അപ്പോൾ ഈ ഓണർ ഇങ്ങനെ രാധിക എന്നൊക്കെ വിളിക്കുമ്പോൾ ഇവൾ രാധിക പറയുന്നുണ്ട്, സാർ വിഷമിക്കട്ടെ, ഞാൻ നാളെ വന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ അവൾ പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സംവിധായകന് ഭയങ്കരമായിട്ടൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്, എന്തായാലും അത്രയും നല്ല പാടുന്ന ഒരാളെ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തോന്നലൊക്കെ ഈ സംവിധായകനുണ്ടെങ്കിലും നമ്മുടെ സുകുമാരമുത്തശ്ശിയും പ്രിയങ്കയ്ക്കും അവർ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടന്നതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഈ സുകുമാരമുത്തശ്ശി പറയുന്നുണ്ട്, പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇനി ആരെങ്കിലും ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ സംഗീതം വീണ വായിക്കാനോ എന്തിനാണെങ്കിലും ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആദ്യം അത് ഞങ്ങളുടെ മുന്നിൽ അങ്ങ് അവരെ നിർത്തിയിട്ട് ഞങ്ങൾ വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് അങ്ങ് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ആരെ പഠിപ്പിക്കണമെന്ന് എന്നൊക്കെ അങ്ങനെ ഈ സുകുമാരമുത്തശ്ശി അങ്ങ് അവനോട് അങ്ങ് എന്താ പറയുക അങ്ങ് ആജ്ഞാപിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഈ സംവിധായകൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്, നിങ്ങളുടെ അടിമപ്പണി എടുക്കാനൊന്നും എന്തായാലും എന്നെ കിട്ടത്തില്ല, നിങ്ങളുടെ കൂടെ ഒന്ന് അഗ്രിമെൻറ്റ് ചെയ്തതെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളുടെ അടിമയായിട്ടൊന്നും ഞാൻ നിൽക്കില്ല, പിന്നെ ഒരു കലയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ബോധവുമില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു ബോധമില്ലാത്ത കലയെക്കുറിച്ച് യാതൊന്നും അറിയാത്തവരുടെ കൂടെ അഭിനയിക്കാനോ അല്ലെങ്കിൽ സഹകരിച്ച് പോകാനോ എനിക്ക് യാതൊരു താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംവിധായകനും കൂടി ആ സിനിമയെ ഉപേക്ഷിച്ച് അങ്ങ് പോവുകയാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു സ്റ്റുഡിയോയുടെ ഓണറാണ്. അപ്പോൾ പിന്നെ ഈ സുകുമാരമുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് അയാളുടെ മെക്കിട്ട് അങ്ങ് കയറുകയാണ്. അപ്പോൾ അയാളോട് ഇങ്ങനെ ഇവർ ചോദിക്കുന്നുണ്ട്, അല്ല തന്നെ അല്ലേ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നത്, എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എന്ത് ഞങ്ങൾ അറിയിക്കാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ അവനോട് അങ്ങ് ഷൗട്ട് ചെയ്യാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അതെ ഈ ഒരു കാര്യം നിങ്ങൾ എന്നെ ഏൽപ്പിച്ചു എന്നത് ശരിയാണ്, പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എല്ലായിടത്തും ചെയ്യുന്നത് ഒരു സാഹചര്യം പോലെ തന്നെ ഞങ്ങളും ഹാൻഡിൽ ചെയ്തത്, അത് നല്ല മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്തിരുന്നത്, പക്ഷേ അതിന് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കാൻ എന്നൊക്കെ ഇങ്ങനെ ഈ സ്റ്റുഡിയോയുടെ ഓണറും കൂടിയിട്ട് അങ്ങ് പറയുന്നത്. അപ്പോൾ ഇയാളുടെ ഈ ഒരു മനോഭാവമൊക്കെ കാണുമ്പോൾ പിന്നെ സുകുമാരത്തേക്കും പ്രിയങ്കയ്ക്കും ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അങ്ങനെ നിൻ്റെ ഈ ഒരു സ്റ്റുഡിയോയിൽ ഇനി ഞങ്ങളുടെ സിനിമ തന്നെ വേണ്ട, ഞങ്ങൾക്ക് ഈ സ്റ്റുഡിയോ അങ്ങ് ഉപേക്ഷിച്ച് പോവുകയാണ്, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അയാളോട് അങ്ങ് കരുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഓ സന്തോഷം, നിങ്ങളുടെ കൂടെയൊക്കെ സഹകരിച്ച് പോകുന്നത് നല്ലത് പോകാതിരിക്കുകയാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അയാളും കൂടിയിട്ട് ആ സിനിമ ഉപേക്ഷിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ ഇവർ പിന്നെ അങ്ങനെ ദേഷ്യപ്പെടുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും വേറെ സ്റ്റുഡിയോ കിട്ടും നോക്കാം, എന്തായാലും ഇവരുടെ കൂടെ ഒന്ന് സഹകരിച്ച് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നെ ഈ നടന്ന സംഭവങ്ങൾ എന്തായാലും വരുണിനോട് ഈ രാധിക എല്ലാം ഇങ്ങനെ തുറന്ന് പറയുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ നടന്ന് അങ്ങനെ പോവുകയാണ്, ഒരു അമ്പലത്തിൻ്റെ മുന്നിലൂടെ ഉള്ളൊരു വഴിയിലൂടെ അങ്ങ് നടന്ന് പോവുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങ് നടക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അങ്ങനെ ആ സുകുമാരമുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ വരുണിനോട് പറയുമ്പോൾ വരുണ് പറയുന്നുണ്ട്, അതെന്തായാലും ഒരു കാര്യത്തിൽ നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നിൻ്റെ പാട്ടിനെ അവർ അംഗീകരിച്ച് അത്രയും വലിയൊരു സംവിധായകനായ ഈ ഒരു രാജാജിയൊക്കെ നിന്നെ അംഗീകരിച്ചെന്നാണ് അതിൻ്റെ അർത്ഥം, അവർ നിന്നെ
വെച്ച് പാട്ട് പാടി അവർ നിനക്കും വേണ്ടിയിട്ട് വാദിച്ചു, നിന്നോട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിനക്ക് പാടാനുള്ള കഴിവുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് അല്ലേ, അതൊക്കെ നിനക്കൊരു പോസിറ്റീവ് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, എല്ലാവരും പറയും എനിക്ക് അമ്മയുടെ കഴിവ് കിട്ടിയിട്ടുണ്ടെന്ന്, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്നും, അല്ലെങ്കിൽ ഞാൻ പാടിയാൽ അതൊക്കെ നന്നായി എന്നൊക്കെ എല്ലാവരും പറയും. പിന്നെ ഞാനൊരു സിനിമയിൽ പാടുകയും ചെയ്തു, പക്ഷേ പാട്ടാരും കേട്ടിട്ടില്ലെങ്കിൽ ഞാനൊരു സിനിമയിലൊക്കെ പാടിയല്ലോ, എന്താ ഒരു മായാജാലം അല്ലേ എന്നൊക്കെ ഇങ്ങനെ രാധിക പറയുമ്പോൾ ഈ വരുൺ പറയുന്നുണ്ട്, അത് നിൻ്റെ കണ്ണൻ്റെ മായാജാലം, നിൻ്റെ കണ്ണന് വലിയ മായാജാലക്കാരനല്ലേ, അതുകൊണ്ട് ഇതൊരു മായാജാലം തന്നെയാണ്, ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് നിനക്ക് കിട്ടിയിട്ടില്ലേ. പിന്നെ അത്രയും വലിയൊരു സംവിധായകന് ഇത്രയും നിന്നെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയൊരു കോംപ്ലിമെൻറ്റ് പിന്നെ വേറെ എന്താടി എന്നൊക്കെ അങ്ങനെ ചോദിച്ച് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, എന്തായാലും നീ ഇനി എന്തെങ്കിലും ഒരു കാലത്ത് ഒരു സിനിമയിലൊക്കെ പാടി വലിയ പ്രശസ്തിയാവും, അങ്ങനെ പ്രശസ്തിയായി കഴിഞ്ഞിട്ട് നിന്നെ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു സമയം വരും, അന്ന് എനിക്ക് നിൻ്റെ കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനുള്ളൊരു സമയം ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ഇങ്ങനെ കളിയാക്കി പറയാൻ. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അങ്ങനെ പ്രശസ്തിയായിട്ടുള്ളൊരു സമയം വരും, അപ്പോൾ അതിന് ഞാൻ എൻ്റെ മണ്ണിലടിയിലായിട്ടുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ അതൊന്നും വിശ്വസിക്കാതെ അങ്ങ് പറയണം. അപ്പം തന്നെ ഈ വരുണ് പറയുന്നുണ്ട്, അല്ല നീ നിൻ്റെ കാര്യത്തിൽ തന്നെ നിനക്ക് തീരെ ഒരു കോൺഫിഡൻസ് ഇല്ല, കാരണം ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇൻ്റർവ്യൂ പോയി അതൊക്കെ കുളമായി അങ്ങ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അരമണിക്കൂർ നിൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാവലുണ്ടല്ലോ, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കാര്യത്തിന് ഈ മോട്ടിവേഷനൊന്നും നിനക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദൂരെ ഒരു കാറിനരികിൽ ആ ഒരു സംവിധായകൻ, ആ ഒരു മ്യൂസിക് ഡയറക്ടർ അവിടെ അങ്ങ് നിൽക്കുന്നത് ഇവരങ്ങ് കാണുകയാണ്. അപ്പോൾ ഇവർ അത് രാജേഷ് സാർ അല്ലേ, വാ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അയാളുടെ അടുത്തേക്ക് അങ്ങ് അരികിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. അപ്പോഴാണ് ഇയാൾ ഇവരെ രണ്ടുപേരെയും അങ്ങ് കാണുന്നത്. അപ്പോൾ ഇതായാലും രാധിക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, അല്ല സാർ എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, അതെന്താ എനിക്കെന്താ അമ്പലത്തിലേക്കൊന്ന് വന്നൂടെ എന്നൊക്കെ ഇങ്ങനെ ഇയാൾ ഒരു തമാശ രൂപേണ ഇങ്ങനെ അവളോട് ഇങ്ങനെ തിരിച്ച് പറയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതല്ല ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവർത്തികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു വർക്കിന് വേണ്ടി ഇതിലൂടെയൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാനിവിടെ അമ്പലത്തിൽ കയറാറുണ്ട്, അപ്പോൾ അങ്ങനെ ഒന്ന് കയറി തൊഴുതിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്, പിന്നെ എനിക്ക് ഒരു സംഗീത കച്ചേരി ഉണ്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക ആണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അയാളോട് ഇങ്ങനെ കുശലം അന്വേഷിക്കണം. അപ്പോൾ ഈ ആൾ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്, ഒരുപാട് നല്ല കഴിവുകളുള്ളൊരു പെൺകുട്ടിയാണ് നീ, പിന്നെയെന്ന് പറയുന്നത് നിൻ്റെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അത്രയും വാദിച്ചത് എന്ന് വിചാരിച്ച് നീ അവർ പറഞ്ഞതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൾ പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് ശീലമാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഒരുപാട് സംവിധായകർക്ക് അല്ലെങ്കിൽ ഒരുപാട് വലിയ പാട്ടുകാർക്കൊക്കെ ആദ്യത്തെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് ആരും കേൾക്കാതെ പോയ അല്ലെങ്കിൽ എല്ലാവരും തള്ളിക്കറിഞ്ഞൊരു പാട്ടുകളായിരിക്കും. പക്ഷെ നിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, നിൻ്റെ ആദ്യത്തെ ശ്രമം തന്നെ അടിപൊളിയായിരുന്നു, ഒരു റിഹേഴ്സലും ഇല്ലാതെ നീ എത്ര മനോഹരമായിട്ടാണ് ഈ പാടിയത്, ഇത്രയും നല്ല രസകരമായിട്ട് ഞാനൊരു പാട്ട് വേറെ കണ്ടിട്ടില്ല, എന്തായാലും നിനക്ക് ഞാൻ മറ്റൊരു അവസരം കൂടി ഞാൻ തരണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറയാണ്. മാത്രമല്ല ഇപ്പം എനിക്കൊരു സംഗീത കച്ചേരി ഉണ്ട്, അവിടെ പോകാനുള്ള സമയമായിട്ടുണ്ട്, ഞാൻ എന്തായാലും തിരിച്ചു വന്നിട്ട് നിന്നെ കോൺടാക്റ്റ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട സാർ, ഞങ്ങൾ സാറിനെ അങ്ങോട്ട് വിളിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ സാറ് ഓക്കെ എന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ കാറിൽ കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ വരുണ് രാധികനോട് പറയുന്നുണ്ട്, ഇപ്പോൾ മനസ്സിലായില്ല നിൻ്റെ കണ്ണിൻ്റെ ഒരു പവർ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിനക്ക് നല്ലൊരു അവസരം കിട്ടുമെന്ന്, ഇപ്പോൾ നിൻ്റെ കയ്യിലേക്ക് ഇത് അവസരം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക ഇങ്ങനെ ഭയങ്കര സന്തോഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനും പറയുന്നുണ്ട്, ഇപ്പോൾ അയാൾ പറഞ്ഞത് കേട്ടില്ലേ, നിൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ അത്ര മനോഹരമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടില്ല, അതിലും വലിയ കോംപ്ലിമെൻറ്റ് നിനക്ക് ഇനി വേറെ കിട്ടാനില്ല എന്നൊക്കെ ഇങ്ങനെ അവളോട് പറയണം. അപ്പോൾ അവൾക്കും ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് അവരങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കണിമംഗലത്തേക്ക് പിന്നെ ചന്ദ്രശേഖരനെ സാറേയും കൂടിയിട്ട് ആ കാറിൽ അങ്ങ് കയറി അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാർ ആ വീടിൻ്റെ മുറ്റത്ത് എത്തിയിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാറിൽ ഇരുന്നിട്ടും സംസാരിക്കുന്നുണ്ട്, ആ വീട്ടിലേക്ക് കയറുന്നത് വരെ ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ എവിടെയോ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാറ പറയുന്നുണ്ട്, അല്ല ചന്ദ്രു, ഞാൻ പറഞ്ഞ ട്രിപ്പിൻ്റെ കാര്യം ഞാൻ വെറുതെ തമാശ പറഞ്ഞൊന്നുമല്ല, കാര്യമായിട്ട് പറഞ്ഞതാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതിനെന്താ ഞാൻ കാര്യമായിട്ട് തന്നെ ഞാനും എടുത്തിരിക്കുന്നത്, നീ പറഞ്ഞത് ഹിമാലയത്തിലേക്കല്ലേ, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം, എന്നാ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, എന്നാ പോകുന്നതെന്ന് വെച്ചാൽ 2 മാസം കഴിഞ്ഞിട്ട് പോകാം, പിന്നെ എനിക്ക് ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം പോകാൻ, പിന്നെ 1 വീക്ക് 2 വീക്ക് ആ ഒരു ടൈമൊക്കെ നമുക്കവിടെ സ്റ്റേ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരനെ ഇങ്ങനെ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അത് ശരിയാണ്, 1 വീക്ക് 2 വീക്ക് അതൊക്കെ രസകരമായി തന്നെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ സാറേയും പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഈ തിരക്കിൽ നിന്ന് തിരക്കിലേക്കുള്ള ഓട്ടത്തിൽ
കേരളത്തിൽ എൻ്റെ ജീവിതം ഇങ്ങനെ മടുത്തു, കുറച്ചൊക്കെ എൻജോയ്മെൻറ്റും വേണം, ഒരുപാട് യാത്രകളൊക്കെ വേണം, അതുകൊണ്ട് നമുക്ക് ഹിമാലയം ഒന്ന് പോകാം, ഞാൻ സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്ഥലം അങ്ങ് മാറ്റി പിടിച്ചാൽ വേറെ ഏതെങ്കിലും നല്ലൊരു സ്ഥലം വെക്കാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ സേറയും പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലം തന്നെ നോക്കാം, അല്ലെങ്കിൽ 1 മാസം 2 മാസമൊക്കെ നിന്നിട്ട് നമുക്ക് അങ്ങ് തിരിച്ചു വരാം, അതിന് മുമ്പ് എനിക്ക് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ ഒരു സംസാരമൊക്കെ സംസാരിച്ച് അവരിങ്ങനെ കൈയോട് കൈയൊക്കെ ചേർത്ത് അങ്ങനെ വീട്ടിലേക്ക് അകത്തേക്ക് അങ്ങ് കയറി വരുന്ന സമയത്ത് കയറി വരുന്ന ആദ്യ കാഴ്ച തന്നെ കാണുന്നത് ഈ ഉർവശിനെയാണ്. അപ്പോൾ ഉർവശി ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് ഉള്ളിൽ ഭയങ്കര സങ്കടം ഉണ്ടെങ്കിലും ഒന്നും തിരിച്ചു പറയാനുള്ളൊരവസ്ഥയിലല്ല. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ 10 ഇരട്ടി ഇങ്ങോട്ട് തിരിച്ചു കിട്ടും എന്നുള്ള നല്ല ബോധ്യം ഉർവശിക്ക് ഉള്ളതുകൊണ്ട് ഉർവശി മിണ്ടാതെ അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ആ ഒരു സങ്കടമൊക്കെ അങ്ങനെ നോക്കി കാണാനും. അപ്പം പെട്ടെന്ന് ചേറെ ഈ ഉർവശിയുടെ മുഖത്ത് നോക്കുന്ന സമയത്ത് ഉർവശിയുടെ മുഖത്ത് ഒന്നാകെ എന്തൊക്കെയോ പൊന്തി കിടക്കാണ്. അപ്പോൾ ഈ ചേറ് പറയുന്നുണ്ട്, അല്ല എന്ത് ഈ ഉർവശിയുടെ മുഖത്ത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രശേഖരനോട് ചോദിക്കുന്ന സമയത്ത് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അത് പിന്നെ അവൾക്ക് എന്തോ ഒരു അലർജിയാണ് എന്നൊക്കെ പറയണം. അപ്പോൾ ഈ ചേർ ഒന്നുകൂടി നോക്കിയിട്ട് പറയുന്നുണ്ട്, അലർജിയോ, ഇത് അലർജി ഒന്നും അല്ല, ഇത് ചിക്കൻ ബോക്സ് ആണെന്നാണ് തോന്നുന്നത്, ഇത് അലർജി ഒന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, എനിക്ക് ചിക്കൻ പോക്സ് ഒന്നുമല്ല, ഇത് അലർജിയാണ്, മാത്രമല്ല എനിക്ക് ചൂട് ഭയങ്കര അലർജിയാണ്, ചൂടുള്ള സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ പൊന്താറുണ്ട് അല്ല ചന്ദ്രേട്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ചന്ദ്രശേഖരൻ അവൻ്റെ കൂടെ നിൽക്കുന്നില്ല. ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നിനക്ക് ചൂടുള്ള സമയത്ത് ഇങ്ങനെ പൊന്തിയിട്ടൊന്നുമില്ലല്ലോ, ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രശേഖരനും അങ്ങ് പറയണം. അപ്പോൾ ഉർവശിക്ക് കൂട്ടിന് ഇവരുണ്ടാകും എന്നുള്ള യാതൊരു പ്രതീക്ഷയും ഇല്ലാതായിരിക്കുകയാണ്. കാരണം ഇത്രയും ഒരു അവസരത്തിൽ തൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ചന്ദ്രശേഖരന് കൈ ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശിക്ക് ആ ഒരു സങ്കടം നീരസമൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, ഇത് ചിക്കൻ ബോക്സ് തന്നെയാണ്, പിന്നെ ചിക്കൻ ബോക്സ് ഉള്ള ആളുടെ അഹങ്കാരം കാണിക്കേണ്ട സമയമല്ല ഇത്, നല്ല അടങ്ങി ഒതുങ്ങി നിന്നിട്ട് ഇതിനുള്ള ചികിത്സയൊക്കെ ചെയ്യേണ്ട അവസരമാണിത്. പിന്നെ ഈ ചിക്കൻ ബോക്സ് ഉള്ള ആളുകളിങ്ങനെ ആളുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് അത്ര സേഫ് അല്ലല്ലോ, ഇവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവർക്കും കൂടി അത് പകരും. അപ്പോൾ ഈ സമ്പർക്കം പുലർത്താതെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുകയാണ് വേണ്ടത്, അതുകൊണ്ട് ഈ കണിമംഗലത്ത് ഇവരെ നിർത്തുന്നത് അത്ര റിസ്ക് അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട് ചന്ദ്രശേഖരനോട്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അത് റിസ്ക് ആണെങ്കിൽ പിന്നെ ഇവള് എവിടെയെങ്കിലും റൂമിൽ എവിടെയെങ്കിലുമൊക്കെ നിന്നോളും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവരവിടെ അടങ്ങി ഒതുങ്ങി റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ അവൾ എവിടെയെങ്കിലുമൊക്കെ നിന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, എനിക്കങ്ങനെ റിസ്ക് എടുക്കാൻ വയ്യ, എനിക്ക് എന്തായാലും ചിക്കൻ ബോക്സ് വന്നാൽ ആകെ പ്രശ്നമാകും, പിന്നെ എൻ്റെ കാര്യത്തിനെക്കാട്ടിലും എനിക്ക് ചന്ദ്രുവിൻ്റെ കാര്യത്തിനാണ് സങ്കടം, ചന്ദ്രുവിന് എന്തെങ്കിലുമൊക്കെ വന്നാലോ എനിക്ക് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഈ ബിസിനസ്സൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, അത് എനിക്കൊരു ബുദ്ധിമുട്ടാണ്, ചന്ദ്രു ഇല്ലാതെ എനിക്ക് കഴിയില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഈ സാറ് ചന്ദ്രുവിനെ സ്നേഹിക്കുന്നതൊക്കെ കണ്ടിട്ട് എന്തായാലും ഉർവശിക്ക് ഭയങ്കര ജലസി അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭയങ്കര ദേഷ്യമൊക്കെ എന്തായാലും അവൾക്കുണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലുമാണ്. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, ചന്ദ്രു നമുക്ക് ഇവളെ ഈ വീട്ടിൽ നിന്ന് എന്തായാലും പുറത്താക്കണം, കാരണം ഈ വീട്ടിൽ ഇങ്ങനെ നിന്ന ബാക്കിയുള്ളവർക്കും കൂടി സമ്പർക്കം വരും, പിന്നെ ഈ വീട്ടിലെ മറ്റുള്ളവരോട് ഇവരോട് സമ്പർക്കം പുലർത്താനും സമ്മതിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ ഇവൾക്കെന്ന് പറഞ്ഞത് ഇവിടുന്ന് ഇറങ്ങിയാൽ പോകാൻ വേറെ ഇടയില്ല, ഇനി വല്ല ഹോട്ടലിലോ അങ്ങ് റൂം എടുത്താൽ അവിടെ എങ്ങനെ പെരുമാറണം എന്നറിയാനുള്ള യാതൊരു വിവരവും അവൾക്ക് ഇല്ലതാനും, അതുകൊണ്ട് ഇവളിവിടെ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിൽ ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രശേഖരൻ പറയുമ്പോൾ സാറ് പറയുന്നുണ്ട്, അത് വേണോ ചന്ദ്രു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അത് വേണം, വേറെ വഴിയൊന്നുമില്ല എൻ്റെ, നീ ഒന്ന് സമ്മതിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ഗസ്റ്റ് ഹൗസിൽ നിന്നോ, പക്ഷേ ഈ വീട്ടിലുള്ള വേറെ ആരുമായിട്ട് ഇടപഴകാനോ ഒന്നിനും പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഉർവശി ഇങ്ങനെ പറയുന്നുണ്ട്, ചന്ദ്രേട്ടൻ ഞാൻ എങ്ങനെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക, എനിക്ക് പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് ഇരിക്കാൻ എന്താ അവിടെ എന്ത് എനിക്ക് പേടിക്കാനുള്ളത്, പിന്നെ അമ്മ ഒരുപാട് ദിവസം അവിടെ ഒറ്റയ്ക്ക് ഇരുന്നില്ലേ, അപ്പോൾ അമ്മയ്ക്കില്ലാതെ പേടി എന്താ നിനക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്രശേഖരന്. അപ്പോൾ തന്നെ ഉർവശി ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി ചന്ദ്രേട്ടൻ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നിൽക്കല്ലേ, എന്തായാലും നിങ്ങൾ ഒരു ദിവസം എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ചില കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചടിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടില്ല, പക്ഷേ ഇതൊക്കെ എനിക്കൊരു തിരിച്ചടിയാണെന്ന് ഇപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഞാൻ പോയിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര നിരാശയായിട്ട് ആ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ഉർവശി കണിമംഗലത്തിൽ നിന്ന് ഇറങ്ങി നേരെ ആ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് അങ്ങ് താമസം മാറുകയാണ്. അപ്പോൾ ഇവർ ഈ സങ്കടപ്പെട്ട് ഇറങ്ങുന്നതൊക്കെ സേറെ ഭയങ്കര ആസ്വദിക്കുന്നൊക്കെ ഉണ്ട്. ഈ ചന്ദ്രശേഖരനാണെങ്കിൽ ഈ ഉർവശിനോടുള്ള മനസ്സിനോടുള്ള ആ ഒരു സ്നേഹമൊക്കെ എന്തായാലും അങ്ങ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ സേറ കാരണം. അങ്ങനെ പിന്നെ നമ്മുടെ
സൂര്യയും കൽപ്പനയും കൂടിയിട്ട് അവർ രണ്ടുപേരും ആ ഒരു അമ്പലത്തിലൊക്കെ പോയി കുറച്ചൊക്കെ ഇങ്ങനെ കറങ്ങി വീട്ടിലേക്ക് അങ്ങ് കയറി വരികയാണ്. ആ സമയത്ത് കൽപ്പനയ്ക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് അവരെങ്ങനെയാണ് ഇവളോട് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചെറിയൊരു പേടിയൊക്കെ അവൾക്കുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, അല്ല സൂര്യ, എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. അച്ഛനും അമ്മയും എന്നെ എങ്ങനെയായിരിക്കും പെരുമാറുക, അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്നോട് എങ്ങനെയായിരിക്കും സംസാരിക്കുന്നു എന്നൊക്കെ കേട്ടിട്ട് എനിക്കങ്ങനെ ഒരു ചെറിയ ടെൻഷനൊക്കെ അടിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അവർ എന്തെങ്കിലും നിന്നോട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നിന്നെ ശകാരിക്കും എന്നല്ലാതെ അവർ നിന്നോട് മോശമായിട്ടോ അല്ലെങ്കിൽ നിന്നെ ദേഷ്യപ്പെടുക ഒന്നും അവർ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നീ അവരെ കാര്യത്തിൽ ആലോചിച്ചിട്ട് യാതൊരു പേടിയും പേടിക്കണ്ട. അവരെങ്ങനെ നിന്നോട് പെരുമാറുന്നതെന്ന് നോക്കി കണ്ടോ, അവരെങ്ങനെയാണ് നിന്നോട് ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ. അവർ നിന്നോട് യാതൊരു ദേഷ്യവും ഒന്നും അവർ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ എങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് ആക്കി അവളങ്ങ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നേരെ വീടിനകത്ത് കയറുന്ന സമയത്ത് തന്നെ പത്മിനി അങ്ങ് നേരെ വരികയാണ്. അപ്പോൾ സൂര്യ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങ് വരികയാണ്. അപ്പോൾ അമ്മ എപ്പോൾ എത്തി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചായി എത്തി, പിന്നെ യാത്രകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പത്മിനി അവരുടെ യാത്രയെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാണ്. നല്ല യാത്രയായിരുന്നു, ഒരുപാട് അമ്പലങ്ങളൊക്കെ നടന്നു, പിന്നെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു തിണ്ണയിൽ പായ വിരിച്ച് ഉറങ്ങുക, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തരുന്ന സാധനങ്ങളും എല്ലാം ഉണ്ടാകുക. അപ്പം തിന്നാനും ഉറങ്ങാനും മാത്രമാണ് നമ്മുടെ ജീവിതം. പിന്നെ ബാക്കിയുള്ളവരുടെ ഈ സ്വത്തുക്കളും എല്ലാം തട്ടിപ്പറിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നേ നമുക്ക് നടന്നു പോകണം എന്നുള്ള ചിന്തകളും അതൊന്നും ആർക്കും ഇല്ല ഇവിടെ. എല്ലാവർക്കും ജീവിതം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും വിശക്കുമ്പോൾ ആഹാരം കഴിക്കണം, ഉറക്കം വരുമ്പോൾ ഉറങ്ങണം, ഈ ഒരു ജീവിതം മാത്രമാണ്. പിന്നെ എന്തിനാണ് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കലയിക്കും ദുഃഖിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പകം വീട്ടിയൊക്കെ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ കുറച്ച് സാഹിത്യ രൂപേണ അങ്ങ് സംസാരിക്കണം. അപ്പം തന്നെ സൂര്യ പറയുന്നുണ്ട്, അമ്മ ആദ്യത്തെ ഒരു തീർത്ഥയാത്ര പോയപ്പോൾ തന്നെ ഇങ്ങനെ, ഇനി കുറച്ചുകൂടി പോയാൽ അമ്മ വല്ല സന്യാസിയാകും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ പത്മിനി ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കൽപ്പന പറയുന്നുണ്ട്, അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ മനസ്സുകളൊക്കെ മാറ്റി, വേണമെങ്കിൽ ഈ സൂര്യനോട് ചോദിച്ചു നോക്ക്, ഞാനിപ്പോൾ എൻ്റെ എല്ലാ തെറ്റും മനസ്സിലാക്കി എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, കൽപ്പന അത് നല്ല കാര്യം തന്നെയാണ്, പിന്നെ നിൻ്റെ ഈ മനംമാറ്റം ഞാൻ അറിഞ്ഞതാണ്, ഏതൊക്കെ ഞാൻ മനസ്സിലാക്കിയതാണ്. നിൻ്റെ ഈ ഒരു മനംമാറ്റം അതൊരു നല്ല കാര്യം തന്നെയാണ്, ഒരു തിരിച്ചറിവ് വരിക എന്നുള്ളത് തന്നെ, അതുകൊണ്ട് നിന്നെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് തന്നെയാണ് വലിയ ജീവിതം, അല്ലാതെ ഇങ്ങനെ ബഹളം വെച്ചും കലഹിച്ചും ഒക്കെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതൊന്നും ഒരു ജീവിതമല്ല. ഇനി മറ്റുള്ളവർ നമ്മളെ അസൂയയോട് കാണണം, നമ്മുടെ ജീവിതം ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ച് മറ്റുള്ളവരൊക്കെ നമ്മുടെ അസൂയയോടെ കാണുകയാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരുടെ ജീവിതത്തിന് വേണ്ടി എന്തായാലും പത്മിനിയും കുറച്ച് അഡ്വൈസൊക്കെ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കൽപ്പന പറയുന്നുണ്ട്, അല്ല ചെറിയമ്മ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, അത് ഈ ചെറിയമ്മക്ക് എന്താ ചിക്കൻ ബോക്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സേറയും ചന്ദ്രശേഖരനും വന്നപ്പോൾ അവരെ അങ്ങ് ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് പുറത്തിറങ്ങരുത്, അവിടെ നിന്നോളാനാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, അല്ല ചെറിയമ്മക്ക് പേടിയാവില്ല അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, അത് ശരിയാണ്, ഞാൻ പറഞ്ഞതാണ് ഇവിടെ റൂമിൽ ഏതെങ്കിലും ഒരു റൂമിൽ പുറത്തിറങ്ങാതെ അങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ, എന്നാൽ പിന്നെ ഞാൻ തന്നെ ചികിത്സിച്ച് ഞാൻ തന്നെ ശുശ്രൂഷിച്ചോളാം എന്നൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ അവർ വന്നപ്പോൾ അവർ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയതാണ്. എന്തായാലും നമുക്ക് രണ്ടുപേർക്കും അവരോട് അങ്ങ് പോയി ചോദിച്ചു നോക്കാം, ഈ സേറിനോട് ചന്ദ്രശേഖരനോട് എങ്ങനെയെങ്കിലും ആ ഉർവശിനെ ഈ വീട്ടിലേക്ക് അങ്ങ് റൂമിൽ കൊണ്ടുവരാം, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അമ്മേ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവർ ഇതുവരെ ഇവിടെ ചെയ്തു കൂട്ടിയ തെറ്റുകളൊന്നും അമ്മ അറിഞ്ഞിട്ടില്ലല്ലോ. അവരെ മുത്തശ്ശിനെ പനി പിടിച്ചിട്ട് അവർ നോക്കാതെ ആ ഗസ്റ്റ് ഹൗസ് കൊണ്ടിട്ടൊക്കെയായിരുന്നു, അത്രയും ക്രൂരത കാണിച്ചതാണ്. അപ്പം അതിന് ദൈവം കൊടുത്തൊരു ശിക്ഷയാണെന്ന് ഉറപ്പാണ്, ദൈവം കൊടുത്തതല്ലാതെ വേറെ ഒന്നും അല്ല ഇത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തിരിച്ചടി ഇപ്പം തന്നെ വന്നത്, അതൊരു പകർച്ചവ്യാധിയുടെ രൂപത്തിൽ. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് അവിടെ കിടന്ന് അനുഭവിക്കട്ടെ, അമ്മ അങ്ങോട്ട് പോകുന്നു വേണ്ട എന്നൊക്കെ സൂര്യ അങ്ങ് പറയാണ്. പിന്നെ നമ്മുടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ നമ്മുടെ ശ്യാമ അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഒരുപാട് നേരത്തെ തല കറക്കും തല കനത്തിൻ്റെ ഇടയിൽ അങ്ങ് എണീറ്റ് ഇരുന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഏടത്തി പറയുന്നുണ്ട്, അല്ല ശ്യാമേ നിനക്ക് ഓക്കെ ആയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്, എത്ര നേരത്തിന് ശേഷം നീ ഒന്ന് എണീറ്റ് ഇരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ശ്യാമ പറയുന്നുണ്ട്, ശരിയാ ഏടത്തി, എൻ്റെ തല ആകെ പോക്കുന്ന പോലെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുറവുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ആ നേഴ്സുമാർ അങ്ങ് അകത്തേക്ക് അങ്ങ് കയറി വരികയാണ്. അപ്പോൾ അകത്തേക്ക് കയറി വരുന്നത് കണ്ടിട്ട് ഇവരാകെ പേടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ
ഏടത്തി പറയുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അല്ല 2 ഇഞ്ചക്ഷൻ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഏടത്തി അതിന് സമ്മതിക്കുന്നില്ല. ഈ ഇഞ്ചക്ഷൻ ഇനി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ ഇന്നലെ ഒരു ഇഞ്ചക്ഷൻ വെച്ച് പോയതിൻ്റെ ഫലമായിട്ട് ഇതുവരെ എണീറ്റിട്ട് പോലും ഇല്ലായിരുന്നു. ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഞങ്ങൾക്ക് എന്താണ് അസുഖം എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക. ഒരു അസുഖവും ഇല്ലാത്ത ഒരാളെ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് ഇങ്ങനെ പരീക്ഷിക്കരുത്. അതുകൊണ്ട് ഇനി ഇഞ്ചക്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്താലും ശരി, ഞങ്ങൾ ഡോക്ടറെ കാണാതെ ഞങ്ങൾ ഇവിടുന്ന് ഇഞ്ചക്ഷൻ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ ആരെ വിളിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇടത്തി അങ്ങ് ബഹളം വെക്കുകയാണ്. അപ്പോൾ നേഴ്സുമാർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഡോക്ടർ പറയുന്നത് അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പം ഡോക്ടറാണ് ഞങ്ങളോട് ഇഞ്ചക്ഷൻ ചെയ്യാൻ പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്യും എന്ന് ഇവരും പറയാണ്. അപ്പോൾ ഈ ഇടത്തേക്ക് ദേഷ്യം വന്നിട്ട് അവർ ആ മരുന്നൊക്കെ അങ്ങ് തട്ടി അങ്ങ് തെറിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഡോക്ടറെ കാണാതെ ഞങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഇടത്തി പറയുന്ന സമയത്ത് നേഴ്സുമാർ പറയുന്നുണ്ട്, അല്ല നിങ്ങളെന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? അവർക്കൊരു പ്രശ്നമില്ലല്ലോ, അവർ പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ശ്യാമ പറയുന്നുണ്ട്, അതെ എനിക്കും പ്രശ്നമുണ്ട്. എന്തിനാണ് ഇങ്ങനെ വെറുതെ എന്നെ ഇഞ്ചക്ട് ചെയ്യുന്നത്? ഇനി ഞാൻ എൻ്റെ ശരീരത്തിൽ മരുന്ന് കുത്തിവെക്കാൻ സമ്മതിക്കില്ല. ഒരു അസുഖവും ഇല്ലാത്ത ഒരാളെ ഇങ്ങനെ മരുന്ന് കുത്തിവെപ്പിക്കാൻ ഞാൻ ഇനി എന്തായാലും സമ്മതിക്കില്ല. പിന്നെ ഞങ്ങൾ എന്തായാലും ഇവിടെ ബഹളം വെച്ച് ആളെ കൂട്ടും. എന്നിട്ട് നാട്ടുകാരോട് മൊത്തം പറയും ഇവിടെ നടക്കുന്ന ഈ തെറ്റുകളും കൃത്രിമത്വവും മൊത്തം ഞങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയും എന്നൊക്കെ ഇങ്ങനെ ഇവരങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഏടത്തി പറയുന്നുണ്ട്, നിങ്ങളെന്ന് ഇനി ഇഞ്ചക്ഷൻ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ആ ഡോക്ടർ ഞാനൊന്ന് നേരിട്ട് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ആ വാതിലിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്തുണ്ടാവും വാതിലിൻ്റെ മുന്നിൽ തന്നെ ഈ ഡോക്ടർ അങ്ങ് നിൽക്കുന്നു. എന്നിട്ട് ഇയാൾ നേരെ അങ്ങ് കയറി വരുന്നുണ്ട്. പിന്നെ ഏടത്തിക്കിട്ട് നന്നായിട്ട് ഒരു അടി അങ്ങ് വെച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏടത്തി ആണെങ്കിൽ അങ്ങ് വീഴുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ അടുത്ത ഭാഗത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഭാഗത്തിൽ ഈ ഡോക്ടർ ഇങ്ങനെ ഇവരോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഭ്രാന്താണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എല്ലാം ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ രാധികയുടെ വീടിനടുത്തുള്ള ഒരു ചെറിയൊരു പയ്യനെയും കൂടി ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് കൊണ്ടുവന്നിടുന്നത്. ആ ഇടുന്നതാണെങ്കിൽ നമ്മുടെ ശ്യാമയുടെ റൂമിലേക്കാണ്. അപ്പോൾ ശ്യാമയുടെ റൂമിൽ നിന്ന് ഈ കൊച്ചിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ശ്യാമനെ കണ്ടിട്ട് ആ കൊച്ചു പറയുന്നുണ്ട്, ചേച്ചിയെ പോലെ തന്നെയുള്ളൊരു പെൺകുട്ടിയുണ്ട് ഞങ്ങളുടെ വീടിനടുത്ത്, രാധിക എന്നാണ് പേര് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്യാമ ഒരു ചെറിയ പ്രതീക്ഷയോടെ ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം രാധികയുടെ വീടിനടുത്തുള്ളൊരു കുട്ടിയാണ് അവിടെ മുന്നിലങ്ങ് വന്ന് നിൽക്കുന്നത്. പിന്നെ ആ കുട്ടീനോട് ഒരുപാട് ക്രൂരതകളൊക്കെ അവിടെ കിടന്നങ്ങ് കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പിസോഡ് എന്തായാലും അവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ കാണാം ഗൈസ്. ഓക്കെ, ബൈ ഓൾ.